ശ്രീ ഹരിശ്രീ അശോകൻ ചേരുന്നുണ്ട്. ശ്രീ ഹരിശ്രീ അശോകൻ, കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കുറച്ചു നാളായി വയ്യാതിരിക്കുകയായിരുന്നു. എങ്കിലും പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു ആകസ്മിക മരണം എന്ന് തോന്നുന്നു. ഹരിശ്രീ അശോകൻ, അയ്യോ, ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോഴാണ് വളരെ വിഷമം തോന്നിയത്. കാരണം ഹോസ്പിറ്റലാണെന്നുള്ള പോലും അറിയുന്നത്. ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം. ചേച്ചി വിളിക്കാനുള്ള നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോ ഒരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് മരണ വാർത്ത അറിയുന്നത്. ഭയങ്കര വിഷമമായി പോയി. കാരണം ചേച്ചിയുടെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ, അതായത് പൊന്നമ്മ ചേച്ചിയുടെ മകനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മായി അമ്മ എന്ന പടത്തിൽ. പക്ഷേ സെറ്റിലൊക്കെ ഉള്ളപ്പോഴൊക്കെ ഒരുപാട് സിനിമകളുടെ അനുഭവങ്ങളും കഥകളും ഒക്കെ ചേച്ചി പറയും. വളരെ എന്താ പറയാ, ചേച്ചിയുടെ ശബ്ദം തന്നെ നമുക്ക് ഭയങ്കര സുഖമുള്ളൊരു ശബ്ദമാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്കത് ഒരു അമ്മ ഇരുന്ന് പറയുന്ന ആ വാത്സല്യത്തോടെ പറയുന്ന കാര്യങ്ങൾ പോലെയാണ് നമ്മൾ അടുത്തിരുന്ന് കേൾക്കുന്നത്. പിന്നെ സെറ്റിലൊക്കെ എപ്പോഴും ചേച്ചി വരുമ്പോൾ ഒരു ഐശ്വര്യമാണ്. ഒരു അത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മളെ വിട്ടു പോകാൻ തന്നെ ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ ഹരിശ്രീ അശോകൻ, ഈ തനിയാവർത്തനം ഉണ്ട്, ഹിസൈന് സബ്ദുള്ള, സന്താനഗോപാലം, ഭരതം, ചെങ്കോൽ, അങ്ങനെ എത്ര സിനിമകളാണല്ലേ കവിയൂർ പൊന്നമ്മ ശ്രദ്ധേയമാക്കി വെച്ചിട്ട് പറയാൻ നിന്ന ഒരു പക്ഷെ നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് സംസാരിക്കാൻ പറ്റൂല. അതെ അതെ, ഞാൻ സംസാരിക്കാൻ നിന്നാൽ നിങ്ങൾ വേറെ ആരും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു തീരാ നഷ്ടം. എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെ, നഷ്ടം തന്നെയാണെന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി ചേച്ചി ഭയങ്കര വാത്സല്യമുള്ള ഒരു അമ്മയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാളും ഉപരി എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന സ്നേഹവും ആ ശബ്ദം തന്നെ എപ്പോഴും നമുക്ക് ഭയങ്കര ആകർഷണം ചേച്ചിയോട് സംസാരിക്കുമ്പോൾ. വീടുമായിട്ട് എൻ്റെ അമ്മയായിട്ടും ഒക്കെ, എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അമ്മയായിട്ടും എൻ്റെ വൈഫായിട്ടും എൻ്റെ മകളായിട്ടും ഒക്കെ എപ്പോഴും ഭയങ്കര സംസാരിക്കുന്ന ആളായിരുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ പത്രത്തിൽ കണ്ടത് സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന്. ഒരു സ്വകാര്യ ആശുപത്രി എന്നേ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാനിത് തിരക്കായതുകൊണ്ട് സുഖമില്ലാതെ എന്തെങ്കിലും ഹോസ്പിറ്റലായിരിക്കുന്നത്. ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ എന്നെ വിളിച്ച് ന്യൂസ് 18 വിളിച്ചിട്ട്, അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് വന്നോളൂ, ഞാൻ വിളക്കൊക്കെ ആയിരുന്നു. അപ്പോഴാണ് പറഞ്ഞിങ്ങനെ, അപ്പൊ ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പുറകെയാണ് ഇപ്പോൾ 24 വിളിച്ചത്. ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. നന്ദി ശ്രീ ഹരിശ്രീ അശോകൻ, ഈ സങ്കടത്തിൻ്റെ നിമിഷത്തിലും ഞങ്ങളോട് പ്രതികരിക്കുന്നതിന്.